Hello friends, Food4 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ടർക്കി കോഴിയുടെ അടിപൊളി ടർക്കി കറി ഉണ്ടാക്കണം മക്കളെ. കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓടില്ല. അപ്പോൾ നമ്മൾ ഈ കോഴിൻ്റെ പൂടയും തൊപ്പയൊക്കെ വലിച്ചു കളഞ്ഞു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ വേസ്റ്റൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. നമുക്കിനി കട്ട് ചെയ്യാം. എന്താ ലെഗ് പീസ് നോക്ക്, പൊള്ളിക്കും. കട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ ലെഗ് പീസ് ചെറുതായി പീസായി കട്ട് ചെയ്തിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ. സംഗതി ഇത് ഫുള്ള് കൊഴുപ്പില്ലേ സുല? ആടാ എന്താ സുല എന്തൊന്നും വേണ്ടത്തെ വയ്ക്കില്ല. കൊഴുപ്പ് എന്താല്ലേ സുല? ഭയങ്കര മീറ്റും കൊഴുപ്പ് കൂടുതലില്ല. എന്നാലും കഴുകിയെടുക്കാമല്ലേ? അപ്പോൾ നമ്മൾ 2 വർഷം നന്നായി കഴുകിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കോഴി ഒന്ന് വേവിച്ചെടുക്കാം വെള്ളത്തിൽ. വാ. അപ്പോൾ നമുക്ക് ഇറച്ചിക്ക് നമുക്ക് ഇറച്ചിക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. വേവട്ടെ, പൊടിക്ക്. അപ്പോൾ നമുക്ക് മൂടി വെച്ച് കുറച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കോഴി വന്നിട്ട് നോക്കാം. അയ്യോ സംഭവം സെറ്റ് ചെയ്യണം നമുക്ക്. അപ്പോൾ നമുക്കിത് എടുക്കാം അല്ലേ സുഖല്ലേ? സംഭവം നല്ല വേവുണ്ട് കേട്ടോ അല്ലേ സുഖല്ലേ? 40 മിനിറ്റ് വേവിച്ചിട്ടുണ്ട് നമ്മൾ. കോഴി നല്ല വലിപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ നോക്ക്, വട സാധനം ചെറുതായി. ഇനി നമുക്ക് ടർക്കി കറി ഉണ്ടാക്കി നോക്കാം. നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ ജീരകം ഇതിലിടാം. അപ്പോൾ അരച്ചെടുത്ത ചെറിയുള്ളി,
അരച്ച പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, മല്ലി, മുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, ഉപ്പ്, മഞ്ഞൾ, കുരുമുളക്, പട്ട, കറാമ്പ്, ഏല പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൽ എല്ലാം കൂടെ ഇടുമ്പോൾ ഒരു മണമുണ്ട്. നമ്മുടെ ഗ്രേവിൻ്റെ മെയിൻ മണമാണത്. കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. നാരങ്ങൻ്റെ നീര്, ഉപ്പ് നമ്മൾ അപ്പോഴേ ഇട്ടിട്ടുണ്ടായിരുന്ന പോരാ, നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത് നമ്മുടെ ടർക്കിൻ്റെ ഇറച്ചി ഇട്ട് കൊടുക്കാം. അയ്യോ കലക്കി സാധനം. കുറച്ച് മല്ലിത്തഴയും കറിവേപ്പിലയും നമുക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മല്ലിയും കറിവേപ്പിലയും ഇട്ടപ്പോഴാണ് അതിൻ്റെ ഒരു മണം ലശയിലെ. അതന്നെ, ഒരു കറിവേപ്പിലയും മല്ലിത്തഴയും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി മേലിട്ട് കൊടുക്കുക. ഇനിയാണ് ഇതിൻ്റെ മണവിൻ്റെ വില. അടച്ചേക്ക് സ്വരാ. ఎంత മണം. ഇതൊന്ന് ഇളക്കിയും കണ്ട് കഴിക്കാം. എന്താ ഗ്രേവിയും മണമില്ലേ? എന്താ മണം, ടേസ്റ്റ് ഇല്ല. നമുക്ക് പൊളി. കുറച്ച് കച്ചമ്പറും കൂടി ചേർത്തിയാൽ പിന്നെ പറയണ്ട. അപ്പോൾ നമ്മൾ ടർക്കി കോഴിൻ്റെ കറി നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് പീസ് എടുത്തിട്ട് നല്ല ചൂടുണ്ട്. അറിയോ വാ, ടർക്കി കോഴിയും നെയ്ച്ചോറും. കുറച്ച് നെയ്ച്ചോറും കൂടി കഴിച്ചു നോക്കാം. ചൂടല്ലേ? അയ്യോ എന്താ വേവല്ലേ. സംഭവം നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്നത് ടർക്കി കോഴി. അടിപൊളി സംഭവം, രക്ഷയില്ല. നമുക്ക് നമ്മൾ വിചാരിച്ച് കുറേ നല്ല വേവ് വേണമെന്ന്, പക്ഷേ അത്ര ഇല്ല അല്ലേ സുഖല്ലേ? ഫസ്റ്റ് നന്നായി വേവിച്ചുകൊണ്ട് പെട്ടെന്ന് അടിപൊളി കിട്ടി. ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് ശരിക്കും നെയ്ച്ചോറിൻ്റെ കൂടെ കേട്ടോ. നെയ്ച്ചോറിൻ്റെ കൂടെ ആ ഗ്രേവിയിലെ കുഴന്നുള്ള ഗ്രേവിയിൽ ഇങ്ങനെ ചോറൊക്കെ എടുത്ത് കച്ചമ്പറ് കലക്കി ഒരൊറ്റ പിടി. അടിപൊളി. കുരുമുളക് ഇട്ടപ്പോൾ നല്ല അടിക്കുന്നുണ്ട് അതിൻ്റെ ഫ്ലേവർ തലയ്ക്ക്. ഇന്ന് എല്ലാവർക്കും തിരക്കായതുകൊണ്ട് ആരും ടേസ്റ്റ് ചെയ്യാനില്ല അല്ലേ? ആരും ഉണ്ടായില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മാത്രം കഴിച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ആരും ഒന്നും തോന്നരുത് കേട്ടോ. എനിക്ക് എരിവ് പറ്റില്ല, പക്ഷേ ഈ ടേസ്റ്റുള്ള ഫുഡിൽ നല്ല എരിവുണ്ടാകുമ്പോൾ നല്ല കഴിക്കാൻ നല്ല ഇഷ്ടമാണ് എനിക്ക്. കാരണം ടേസ്റ്റ് പറഞ്ഞാൽ എരിവാണ് ശരിക്കും ടേസ്റ്റ്.
അപ്പോൾ നല്ല കുഴാന്നുള്ള മസാലയിൽ വേവിച്ചെടുത്ത ടർക്കി കോഴിൻ്റെ ഇറച്ചിയും ഇട്ട് പൊളിച്ചെടു തിന്നു പോയി. എന്താ ടേസ്റ്റ് പറയാ മോനെ, ഒരു രക്ഷയില്ല. സന്തോഷം, നല്ല സന്തോഷം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ചാനൽ നിങ്ങൾ നോക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാലേ നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം ഇനി ഒരു അടിപൊളി കീടിലെ റെസിപ്പി നമുക്ക് അടുത്ത വീഡിയോ കാണാൻ. ബൈ.